ബാരാപ്പോൾ ജലവൈദ്യുത പദ്ധതിയുടെ കനാൽ വിണ്ടുകീറിയും പൊട്ടിപ്പൊളിഞ്ഞും കിടക്കുന്നത് സമീപവാസികളായ 19 കുടുംബങ്ങൾക്കാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കനാലിലൂടെ വെള്ളം തുറന്നുവിടുമ്പോൾ അത് ഊർന്നിറങ്ങി താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് കയറുന്നതാണ് നിലവിലെ പ്രധാന പ്രശ്നം. കനാലിലെ ഈ വിള്ളലുകൾ കാരണം വീടുകളിൽ വെള്ളം കയറുന്നത് പതിവായതോടെ പല കുടുംബങ്ങളും വീടുകൾ ഉപേക്ഷിച്ച് മാറി താമസിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് അധികൃതർ മാറ്റിപ്പാർപ്പിച്ച കുടുംബങ്ങൾക്ക് നൽകേണ്ട വാടക പോലും KCB കഴിഞ്ഞ 3-4 മാസമായി കുടിശ്ശിക വരുത്തിയിരിക്കുകയാണ്. ഈ പ്രശ്നത്തിന് അടിയന്തരമായി ശാശ്വത പരിഹാരം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. 2-3 വർഷങ്ങളായി ഇതിനെപ്പറ്റി ജനങ്ങൾ പേടിച്ച് കഴിയുന്നു. ഇവിടെ 2 വർഷം മുമ്പ് ഇവിടെ ഉരുൾപൊട്ടും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. കനാല് നകർന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തൂടെ എല്ലാം വെള്ളം വന്ന് രാത്രി സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് പോകേണ്ടതായിട്ട് വന്നു. കുഞ്ഞുങ്ങളെല്ലാം പെറുക്കി കെട്ടി ഞങ്ങൾ പോയി. കച്ചേരിക്കട എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഞങ്ങൾ 6-7 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. എന്നിട്ട് വെള്ളം കുറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ തിരികെ വീട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിരന്തരമായിട്ട് ഓരോ കൊല്ലം ഓരോ പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ കൊല്ലം ഇവിടെ കനാല് പൊട്ടി, കനാലിൻ്റെ നടുഭാഗം കൊണ്ട് പൊട്ടി വലിയ ഗർത്തം ഉണ്ടായി. ഇവിടെ കാണാം. ഇവിടെ താഴെ ഭാഗത്തേക്ക് ഭയങ്കരമായിട്ട് വെള്ളം വന്നു. അങ്ങനെ എല്ലാ വർഷവും ഞങ്ങളിങ്ങനെ പേടിച്ച് കഴിയുകയാണ്. ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഗർത്തം ഉണ്ടായെടുത്ത് ഒരു ചെറിയ കോൺക്രീറ്റ് ചെയ്തിട്ട് കനാല് വെള്ളം വിട്ടിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാതെ. അതിനോട് ജനങ്ങൾ സഹകരിക്കുന്നില്ല, അത് സമ്മതിക്കില്ല. കാരണം വെച്ചാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഇത് തന്നെ പ്രശ്നങ്ങളുണ്ട്. ഒന്നെങ്കിൽ ഇലവെങ്കിൽപ്പടിയുടെ അവിടം വരെ രണ്ട് സൈഡും വാർത്ത് പോകുന്ന സ്ഥലങ്ങളാണ്. ഇപ്പുറത്തേക്ക് കല്ല് കെട്ടി അതിൻ്റെ പുറത്തേക്ക് കോൺക്രീറ്റ് ചെയ്യുക. ആ ചെയ്ത ഭാഗങ്ങളാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇലവെങ്കിൽപ്പടിയുടെ അവിടെ തൊട്ട് വാർത്ത് അവിടം വരെ കോൺക്രീറ്റ് ചെയ്ത് പോകുക. അതിന് ഞങ്ങൾ സമ്മതിക്കും. അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥലം ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന പറഞ്ഞാൽ ആകെ 10-18 കുടുംബങ്ങളേ ഉള്ളൂ. ഒരു 25 ഏക്കർ സ്ഥലത്തിൽ താഴെയുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ ഏകദേശം നോക്കിയായിരുന്നു. മഴക്കാലമെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളവും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മേലാത്ത അവസ്ഥകളാണ് വരുന്നത്. കനാലിലെ വെള്ളം ഈ താഴെ ഒരു വീട്ടിൽ നിറഞ്ഞു കവിഞ്ഞ് അയാളുടെ വീടിൻ്റെ പുറയ്ക്കകത്തൂടെ എല്ലാം പോകുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് വെള്ളം വരുന്നുണ്ട്. അങ്ങനെ വരുന്നുണ്ട് വെള്ളം. ഞങ്ങൾക്ക് അതുകൊണ്ട് പേടിച്ച് വയന്ന് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. മഴക്കാലം ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. വേനൽക്കാലത്ത് പ്രശ്നമില്ലല്ലോ, വേനൽക്കാലത്ത് വെള്ളമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥലം ഗവൺമെൻറ് ഏറ്റെടുക്കുക. ഇതാണ് നമുക്ക് പ്രദേശവാസികളുടെ ആവശ്യം. ഈ 2 കൊല്ലം ഗവൺമെൻറ് ഇവിടെ പൈസ മുടക്കുന്ന പൈസ മതി ഞങ്ങളുടെ സ്ഥലം എടുക്കാൻ വേണ്ടി. ഇപ്പോൾ 2 കൊല്ലം ഇവിടെ അളവും പരിപാടിയും ടെസ്റ്റ് നടത്തുക, ഒരുപാട് കോടികൾ പൈസ ഇവിടെ മുടക്കിയിട്ട് 10 പൈസയ്ക്ക് ഉപകാരമില്ല, ഇതുവരെ ഉപകാരമില്ല. ഗവൺമെൻറ് പൈസ എല്ലാ കൊല്ലവും ഇങ്ങനെ നിരന്തരമായി കളയുക. അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥലം ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾ. വേനൽക്കാലത്തും അതെ, നമുക്ക് ഇതിന്റെ അടിയിൽ കൂടെ വെള്ളം വരുന്നുണ്ട്. നമ്മളെ 3 വർഷമായിട്ട് മാറ്റി പറപ്പിച്ചേക്കുന്നത്. അന്നപ്പം വാടകയൊക്കെ തരുന്നുണ്ട്. ഇപ്പം വാടകയില്ല, ഇപ്പം വെള്ളം വരുന്നില്ലാത്തതുകൊണ്ട്. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല വെള്ളം വരാത്തത്. അവർ കനാലിന്റെ മോശം പണിയും കൊണ്ടാണ് വെള്ളം വരാത്തത്. ചേട്ടാ, ഞങ്ങൾക്ക് വാടകയില്ല, ഒന്നുമില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ ആടിനെ പശുവിനെയൊക്കെ വളർത്തി അങ്ങനെ ജീവിച്ചു വരുന്നത്. ഇപ്പം ആ വാടകയില്ല, ഒന്നുമില്ലാതെ അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നത്. അതിന് അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനമാക്കി തരുവോ, വാടക തരുവോ, പിന്നെ ഞങ്ങളുടെ വീട് സ്ഥലം കൂടെ ഏറ്റെടുത്ത് ഞങ്ങൾ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും മാറി താമസിക്കാൻ ഞങ്ങൾക്ക് വഴിയൊരുക്കി തരാം. ഒന്നുകിൽ സർക്കാർ ഈ ഭൂമി ഏറ്റെടുത്ത് കുടുംബങ്ങളെ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്നും അല്ലെങ്കിൽ അപകടാവസ്ഥയിലായ കനാൽ പൊളിച്ച് പുനർനിർമ്മിച്ച് സുരക്ഷ ഉറപ്പുവരുത്തണമെന്നുമാണ് ഉയർന്നുവരുന്ന ആവശ്യം. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.